യെസ്, എല്ലാവർക്കും നമസ്കാരം. യെസ്, ബിഗ് ബോസ് മലയാളം സീസൺ 6മായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ്, അതായത് ഇൻസ്റ്റഗ്രാമിലടക്കം ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത. ജാസ്മിൻ ബിഗ് ബോസ് മലയാളം 6ൽ നിന്ന് സ്വയം പിന്മാറിയിരിക്കുന്നു. കിറ്റ് ചെയ്ത് ജാസ്മിൻ പിന്മാറിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ്. വളരെയധികം ഞെട്ടലോടെയാണ് ഒരുപക്ഷെ ബി പ്രേക്ഷകരും ഒരുപക്ഷെ ബിഗ് ബോസിൻ്റെ അണിയറക്കാരടക്കം ഇതിനെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം ജാസ്മിന് എടുക്കേണ്ടി വന്നത്? ഇത് എത്രത്തോളം സത്യമാണ്? ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു, ഒരുപക്ഷെ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന്, ജാസ്മിൻ്റെ ഇപ്പോഴത്തെ ഒരു ഗെയിം സ്ട്രാറ്റജി ഇഷ്ടമല്ലാതെ ഒരുപക്ഷെ വീട്ടിൽ നിന്ന് തന്നെ ജാസ്മിനെ തിരിച്ചു വിളിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായേക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നെന്നാണ് മനസ്സിലാവുന്നത്. അതായത് മെഡിക്കൽ എമർജൻസി ആവശ്യപ്പെടുന്നു വീട്ടിൽ നിന്ന്. ജാസ്മിനെ തിരികെ വിളിക്കാൻ മാതാപിതാക്കൾ ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ജാസ്മിൻ്റെ വീട്ടുകാർ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു വിഷയമാണ് ജാസ്മിൻ്റെ ഈ ഒരു സീസണിൽ മുൻപോട്ടുള്ള ഒരു പോക്ക്. ഒരുപക്ഷെ അവർ ഭയക്കുന്നത് ജാസ്മിൻ ഈ ഷോയിൽ തുടർന്ന് പോവുകയാണെങ്കിൽ ധാരാളം കണ്ടന്റുകൾ ജാസ്മിൻ കൊടുക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ജാസ്മിൻ്റെ ഒരു ഇമേജ്, അല്ലെങ്കിൽ ജാസ്മിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഇമേജ് വളരെ മോശമാകുമെന്ന് അവർ ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആവാം ഒരു മെഡിക്കൽ എമർജൻസി ആവശ്യപ്പെട്ടുകൊണ്ട് ജാസ്മിനെ തിരികെ വിളിക്കാൻ തയ്യാറാകുന്നത്. ഇതിനു മുമ്പ് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെ ഇതുപോലെ തിരിച്ചു വിളിച്ചോ എന്ന് എനിക്ക് ഉറപ്പില്ല. ആദ്യമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം വീട്ടുകാർ എടുത്തെങ്കിൽ വളരെ ദൗർഭാഗ്യകരമെന്നേ ഞാൻ പറയത്തുള്ളൂ. പ്രത്യേകിച്ചും ബി പ്രേക്ഷകർക്കും വളരെ ദൗർഭാഗ്യകരമായിരിക്കും. കാരണം ഒരുപക്ഷെ അടുത്ത വൈൽഡ് കാർഡ് ഈ ആഴ്ച എത്തുന്നുണ്ട്, പൂജാകൃഷ്ണൻ ഉൾപ്പെടെ എത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വൈൽഡ് കാർഡ് വരുമ്പോൾ തീർച്ചയായും പുറത്തുള്ള ഒരു നെഗറ്റിവിറ്റി അവർ തീർച്ചയായും പറഞ്ഞു കൊടുക്കാൻ ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ഇവർക്ക് ഇവരുടെ കളിയിൽ മാറ്റം വരുത്താം, ലോ സ്ട്രാറ്റജി വേണമെങ്കിൽ ഉപേക്ഷിക്കാം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും കാത്തു നിൽക്കാതെ ഉടനടി ഒരു തീരുമാനം വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ശരിയായി എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നനഞ്ഞ് ഇനി കുളിച്ച് കയറാം. കാരണം അവിടെ നിന്നാൽ ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. ഈ പറഞ്ഞ കെട്ടിപ്പിടിയും ഉമ്മവെക്കലും മാത്രമേ അവിടെ എന്തുപോലെ നടത്താൻ സാധിക്കത്തുള്ളൂ. അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഇനി തിരിച്ചു വിളിച്ചെന്ന് കരുതി പ്രത്യേകിച്ച് ഒരു നേട്ടവുമില്ല. കാരണം അവിടെ തുടർന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായും വിജയിവരെ ആവാൻ ധാരാളം സ്കോപ്പുള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു ലവ് സ്ട്രാറ്റജി അനാവശ്യമായി എടുത്ത് കാമപേക്കൂത്തുകൾ കാണിക്കുന്നു എന്നതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ജാസ്മിനിൽ ഒരു പ്രശ്നവും കാണുന്നില്ല. വളരെ നല്ല പ്ലെയറാണ്. ഒരുപക്ഷെ ജാസ്മിനെ ഇങ്ങനെ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ ഈ സീസണിൽ ഏറ്റവും വലിയൊരു നഷ്ടം ആകുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ലവ് സ്ട്രാറ്റജിയെ ഞാനും വളരെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ജാസ്മിൻ ഒരു നല്ല പ്ലെയർ തന്നെയാണ്, ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്. എനിവേ, വീട്ടുകാരുടെ ഈ ഒരു തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെഡിക്കൽ എമർജൻസി ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അതിന് വ്യക്തമായ കാരണങ്ങൾ കാണിച്ചാൽ മാത്രമേ ബിഗ് ബോസ് ഇത് പോസിബിളായി കൊടുക്കത്തുള്ളൂ. കാരണം ബിഗ് ബോസിന്റെ നിയമാവലിയിൽ പറയുന്നത് അവർ തിരഞ്ഞെടുത്ത ഒരു കണ്ടസ്റ്റന്റിന് അവർ പുറത്താക്കാതെ അവർ സ്വയം പുറത്താക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ നഷ്ടപരിഹാരം വരെ കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ 10 ലക്ഷമോ 20 ലക്ഷമോ 30 ലക്ഷമോ നഷ്ടപരിഹാരം കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയാണ് അതിന്റെ കോൺട്രാക്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അങ്ങനെ വരികയാണെങ്കിൽ ഭീമമായ ഒരു നഷ്ടവും ജാസ്മിന്റെ ഭാഗത്തുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ വില കൊടുക്കേണ്ടി വരും. ജാസ്മിന് ഇമേജ് പോയെന്ന് മാത്രമല്ല വലിയ സാമ്പത്തിക നഷ്ടവും ജാസ്മിൻ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അത്തരം ഒരു തീരുമാനം എടുക്കുന്നത് ജാസ്മിനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, ഇത്രയൊക്കെയായി ജാസ്മിൻ അവിടെ കണ്ടിന്യൂ ചെയ്യട്ടെ, നല്ല രീതിയിൽ കളിക്കട്ടെ. വൈൽഡ് കാർഡ് വരുമ്പോൾ തീർച്ചയായും ജാസ്മിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതിനനുസരിച്ച് ജാസ്മിൻ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിവേ, വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു അപ്രോച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് തിരുത്തി മുന്നോട്ട് പോകാൻ ഈ വീഡിയോ ഒരുപക്ഷെ കാരണമാകട്ടെ. അല്ലെങ്കിൽ ഇത്തരം ഒരു അഭിപ്രായം പറയുന്നവരുടെ വീഡിയോ അവർ കാണട്ടെ, അങ്ങനെ അവരുടെ തീരുമാനം മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.